സിമ്മട്രി ആൻഡ് കൺസർവേഷൻ ലോസ് ആണ് എൻ്റെ ടോപ്പിക്ക്. നമുക്കറിയാം ഫിസിക്സിൽ വി ഹാവ് ലോട്ട്സ് ഓഫ് വേരിയബിൾസ്, എസ്പെഷ്യലി ഡൈനാമിക് വേരിയബിൾസ്. ഇൻ മെക്കാനിക്സ് വി പ്രഡിക്റ്റ് ദ വാല്യൂ ഓഫ് ഡൈനാമിക് വേരിയബിൾസ് ബൈ ഇക്വേഷൻ ഓഫ് മോഷൻ ബൈ നോയിങ് പ്രസൻറ്റ് വാല്യൂ ഓഫ് വേരിയബിൾസ്. അല്ലെങ്കിൽ അപ്ലൈയിങ് ഇക്വേഷൻ ഓഫ് മോഷൻ വി ഫൈൻഡ് ദ ഫ്യൂച്ചർ വാല്യൂസ് ഓഫ് ഡൈനാമിക് വേരിയബിൾസ്. ഡൈനാമിക് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? ലീനിയർ മൊമെൻറ്റം, ആംഗുലർ മൊമെൻറ്റം, എനർജി, എക്സെട്ര. During motion, some physical observable remains constant, that is, they do not change with time, is called as constant of motion. These constant of motion actually given by conservation laws. കൺസർവേഷൻ അല്ലെങ്കിൽ കൺസേർവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിമെയിൻ കോൺസ്റ്റൻറ്റ് ഓർ റിമെയിൻസ് സെയിം. Mass, length, time is a variable when we dealing with relativistic mechanics. Depends on speed of moving particle. Now we deals with non-relativistic mechanics, that is a physical observable do not change with time, we called as constant of motion. These are due to conservation laws. For example, for a free particle, linear momentum is constant. ഒരു ഫ്രീ പാർട്ടിക്കിളിൻ്റെ ലീനിയർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ബട്ട് എ പാർട്ടിക്കിൾ ഇൻ എ സ്ഫെറിക്കൽ സിമെട്രിക്കൽ ഫീൽഡ്, ലീനിയർ മൊമെൻറ്റം ഈസ് വേരിയിങ് ബട്ട് ആംഗുലർ മൊമെൻറ്റം ആൻഡ് എനർജി ഈസ് കോൺസ്റ്റൻ്റ്. ഒരു സ്ഫെറിക്കൽ സിമെട്രിക്കൽ ഫീൽഡിൽ ലീനിയർ മൊമെൻറ്റം വാരിയിങ് ആയിരിക്കും, പക്ഷേ ആംഗുലർ മൊമെൻറ്റവും എനർജിയും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. Here constancy of observables is actually due to invariance of Hamiltonian under some symmetric operations. നമ്മൾ ഈ കൺസേർവ്ഡ് ആണ് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു ഹാമിൽട്ടോണിയനിൽ സിമെട്രിക് ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് ഹാമിൽട്ടോണിയൻ ഇൻവാരിയൻ്റ് ആണെങ്കിലാണ് നമ്മൾ അതിനെ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഒരു സിസ്റ്റത്തിന് എന്തായാലും ഒരു ഹാമിൽട്ടോണിയൻ ഉണ്ടായിരിക്കും. അപ്പം നമ്മളൊരു സിമെട്രിക് ട്രാൻസ്ഫോർമേഷൻ ഹാമിൽട്ടോണിയനിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ഹാമിൽട്ടോണിയൻ ഇൻവേരിയൻ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ കൺസേർവ്ഡ് അല്ലെങ്കിൽ കൺസർവേഷൻ എന്ന് പറയും. അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് സിമെട്രിക് ഓപ്പറേഷൻസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. Two types of symmetric operations ആണുള്ളത്. First one is geometrical symmetry and another one is dynamic symmetry. Then geometric symmetry യുടെ first property ആണ് geometric symmetry is due to homogeneity of space and time. സ്പേസിൻ്റെയും ടൈമിൻ്റെയും ഹോമോജീനിറ്റി കൊണ്ടാണ് ജിയോമെട്രിക്കൽ സിമെട്രി ഉണ്ടാകുന്നത്. That is, Hamiltonian is invariant under translation in space and time. Then second property പറയുന്നത് ഐസോട്രോപ്പി ഓഫ് സ്പേസ് ആണ്. സ്പേസ് ലുക്സ് സെയിം ഇൻ ഓൾ ഡയറക്ഷൻ. ഓക്കെ, റൊട്ടേഷണൽ ഇൻവാരിയൻസ് ആർ ഡ്യൂ ടു ഐസോട്രോപ്പി ഓഫ് സ്പേസ്. റൊട്ടേഷണൽ ഇൻവാരിയൻസ് വരുന്നത് ഐസോട്രോപ്പി ഓഫ് സ്പേസിൻ്റെ ബേസിസിലാണ്. ദെൻ നമ്മളുടെ സിമെട്രിക് ഓപ്പറേഷൻസ് പെട്ടതാണ് ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ, ഇൻവേർഷൻ, എക്സെട്ര. ദെൻ ഡൈനാമിക് സിമെട്രി, സെക്കൻഡ് വൺ ആയിട്ടുള്ള ഡൈനാമിക് സിമെട്രി ഓർ ഇൻറ്റേർണൽ സിമെട്രി. ദിസ് ഈസ് നോട്ട് ഡ്യൂ ടു എനി ഫിസിക്കൽ പ്രോസസ്. ദീസ് ആർ അസോസിയേറ്റഡ് വിത്ത് പെർട്ടിക്കുലർ ഫീച്ചേഴ്സ് ഓഫ് ഇൻട്രാക്ഷൻസ് ഇൻവോൾവ്ഡ്. ഫിസിക്കൽ പ്രോസസ്സിലൂടെയല്ല ഈ സിമെട്രി വരുന്നത്, ഡ്യൂ ടു ഇൻട്രാക്ഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, 12+1 fold degeneracy of energy associated with particular angular momentum L is a feature of motion in a central field and arises from the cylindrical symmetry of a central field. Okay. Now we show that Hamiltonian become invariant under symmetric operation. Then what will be the value or what happened to the value of observable?
നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഒരു സിമെട്രിക് ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് ഒബ്സർവബിൾസിന് എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഹാമിൽട്ടോണിയൻ ബിക്കം ഇൻവാരിയൻ്റ് ആണോ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, വി ഹാവ് ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ ഓപ്പറേറ്റർ ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ എ ഈക്വൽ ടു 1/i(h cut) expectation of commutation bracket a comma h. Here a is the operator. Then when d by dt of a equal to 0, which implies expectation a equal to constant, that is d by dt of something equal to 0 എന്ന് പറയുന്നത് എന്താണ്? That quantity is a constant. Okay, here LH is equal to 0 ആണ്. Then RHS must be equal to 0, that is expectation 1/i(h cut) എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. Then expectation of a commutation a comma h equal to 0, that is commutation bracket of a comma h equal to 0. That implies operator a commutes with Hamiltonian, or operator a commute with Hamiltonian ആണ്. From here, if an operator or an observable is constant of motion, it will commute with the Hamiltonian. ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതായത് ഒരു ഓപ്പറേറ്റർ കോൺസ്റ്റൻ്റ് ഓഫ് മോഷൻ ആണെങ്കിൽ ആ ഓപ്പറേറ്റർ ഹാമിൽട്ടോണിയനുമായിട്ട് കമ്മ്യൂട്ടായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, ലെറ്റ് us assume that a is a constant of motion, that is a is a Hermitian operator. a എന്ന് പറയുന്നത് ഒരു ഹെർമിഷ്യൻ ഓപ്പറേറ്ററായിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ്. കറസ്പോണ്ടിങ് ടു എ വി ഹാവ് എ യൂണിറ്ററി ഓപ്പറേറ്റർ. അപ്പം എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു യൂണിറ്ററി ഓപ്പറേറ്റർ ഉണ്ടായിരിക്കും. That is ua of epsilon equal to e raised to minus I epsilon a. Here epsilon is a very small parameter that can be a vector or a scalar depending on the value of a, which is a vector or scalar. That is, it's a small parameter ആണ്. അപ്പം ua of epsilon equal to e raised to minus I epsilon a, which is equal to 1 minus I epsilon a. എപ്സിലോൺ വെരി സ്മോൾ പാരാമീറ്റർ ആയതുകൊണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് 1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു നിയർലി ഈക്വൽ ടു 1 ആണ്. വെൻ എ ഈസ് എ കോൺസ്റ്റൻ്റ് ഓഫ് മോഷൻ, നമ്മളുടെ ഓപ്പറേറ്റർ എ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ഓഫ് മോഷൻ ആണെങ്കിൽ നമ്മൾ പഠിച്ചു എ കമ്മ്യൂട്ട് വിത്ത് ഹാമിൽട്ടോണിയൻ ആണ്. അപ്പം കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് ഓഫ് എ കോമ എച്ച് ഈക്വൽ ടു 0, which implies commutation of ua, h equal to 0 ആണ്. ഓക്കെ, അതായത് എ കോൺസ്റ്റൻ്റ് ഓഫ് മോഷൻ ആണെങ്കിൽ എ നമ്മൾ എന്താണ് കറസ്പോണ്ടിങ് ടു യൂണിറ്ററി ഓപ്പറേറ്റർ ടേംസിൽ എഴുതുന്ന സമയത്ത് കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് ഓഫ് ua, h equal to 0 ആണ്, which implies ua h equal to h into ua. ഇനി ഈ ഇക്വേഷനിൽ നമ്മൾ ബോത്ത് സൈഡ്സിൽ യു എ ഡയഗർ വെച്ചിട്ട് യു എ ഡയഗർ ഓൺ റൈറ്റിൽ ഓപ്പറേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് യു എ എച്ച് ഇൻറ്റു യു എ ഡയഗർ ഈക്വൽ ടു എച്ച് ഇൻറ്റു യു എ ഇൻറ്റു യു എ ഡയഗർ. യു എ ഇൻറ്റു യു എ ഡയഗർ ഈക്വൽ ടു 1 ആണ്. ദാറ്റ് ഈസ് യു എ ഇൻറ്റു എച്ച് ഇൻറ്റു യു എ ഡയഗർ ഈക്വൽ ടു എച്ച്. സോ അണ്ടർ എ യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ h remains same. So such transformations are called symmetric transformation. Okay, every conservation laws implies the existence of symmetric transformation. Okay, അപ്പം ക്ലിയർ ആയില്ലേ? ദെൻ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിമെട്രിക് ട്രാൻസ്ഫോർമേഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വണ്, it leaves Hamiltonian invariant. That is, we do the symmetric transformation, Hamiltonian is same. ഒരു സിമെട്രിക് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ
ചെയ്യുന്ന സമയത്ത് ഹാമിൽട്ടോണിയൻ എന്തായിരിക്കും? ഇൻവാരിയൻ്റ് ആയിരിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ്. ദെൻ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് ഇറ്റ് പ്രിസേർവ്സ് ദ ഹെർമീഷ്യൻ ക്യാരക്ടർ ഓഫ് ദ ഓപ്പറേറ്റർ. ദാറ്റ് ഈസ് എ റിമെയിൻസ് ഓൾവേസ് ഹെർമീഷ്യൻ ഓർ ദ ഒബ്സർവബിൾസ് റിമെയിൻസ് ആർ ഒബ്സർവബിൾ അണ്ടർ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ. അതായത് ഹെർമീഷ്യൻ ക്യാരക്ടർ എന്തായിരിക്കും? പ്രിസേർവ് ചെയ്യും. The observables remains are observables under similarity transformation. Then മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് it conserves probability. Symmetric transformation conserves probability. Probability is proportional to mode of scalar product square ആണ്. ഓക്കെ, ഈ സെക്കൻഡ് പ്രോപ്പർട്ടിയും തേർഡ് പ്രോപ്പർട്ടിയും ഇംപ്ലൈസ് ദാറ്റ് a symmetric transformation could be either unitary or anti-unitary ആയിരിക്കും. അതായത് സിമെട്രിക് ട്രാൻസ്ഫോർമേഷൻ ഒന്നെങ്കിൽ യൂണിറ്ററി ആയിരിക്കും അല്ലെങ്കിൽ ആൻറ്റി യൂണിറ്ററി ആയിരിക്കും. ആൻറ്റി യൂണിറ്ററി എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്ററി പ്ലസ് ആൻറ്റി ലീനിയർ ആണ്. ആൻറ്റി ലീനിയർ ഓപ്പറേറ്റർ cannot represent a physical observable because they do not obey the principle of superposition. That is, antilinear is not a physical observable. So we can say that the anti-unitary symmetric transformation does not imply any conservation law. Anti-unitary transformations are important because of the selection rules they provide. These anti-unitary transformation enable us to tell why transition between certain states are allowed while those between certain are forbidden. ഈ ആൻറ്റി യൂണിറ്ററി ഓപ്പറേറ്റർ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻസ് ഒബേ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. It is anti-unitary transformation are important because of the selection rule. Okay, example, anti-unitary operator is time reversal. ടൈം റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ടൈമിനെ നമുക്ക് ഒരിക്കലും ബാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. വി cannot go back in time. Time always go in forward direction. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ഡീജനറസി ആൻഡ് സിമ്മട്രി ആണ്. കൺസിഡർ an eigenvector uk of Hermitian with eigenvalue ek. നമ്മൾ ഒരു eigen വെക്റ്റർ എടുക്കുകയാണ് uk with eigenvalue ek. Then we have eigenvalue equation as h into uk equal to ek into ket uk. That is equation A. Multiply on both sides by ua. അതായത് യൂണിറ്ററി ഓപ്പറേറ്റർ ജനറേറ്റഡ് ബൈ എ ആണ് യു എ. അതിനെ വെച്ചിട്ട് നമ്മൾ ബോത്ത് സൈഡ്സിലും എന്താണ് മൾട്ടിപ്ലൈ ആണ്. ദാറ്റ് ഈസ് യു എ എച്ച് യു കെ ഈക്വൽ ടു ഇ കെ ഇൻറ്റു യു എ യു കെ. ഓക്കെ, മനസ്സിലായില്ലേ? ഡ്യൂ ടു സിമ്മട്രി യു എ എച്ച് ഈക്വൽ ടു എച്ച് ഇൻറ്റു യു എ. Then we can write it as h into ua uk equal to ek into ua uk. That is equation B. അപ്പം ഈ ഇക്വേഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അനദർ ഐഗൺ വാല്യൂ ഇക്വേഷൻ ആണ്. അതായത് എച്ച് എന്ന് പറയുന്നതാണ് ഓപ്പറേറ്റർ, യു എ യു കെ എന്ന് പറയുന്നതാണ് ഏഗൺ വെക്റ്റർ, ഇ കെ എന്ന് പറയുന്നതാണ് എന്ത്? ഏഗൺ വാല്യൂ. അപ്പം ഈ ഇക്വേഷൻ ബിയും എന്താണ്? ഒരു ഏഗൺ വാല്യൂ ഇക്വേഷനാണ്. അപ്പം നമ്മൾ സോ യു എ യു കെ ഈസ് ആൾസോ ആൻ ഏഗൺ വെക്റ്റർ ഓഫ് ഹെർമിഷ്യൻ ബിലോങ് ടു സെയിം ഏഗൺ വാല്യൂ ഇ കെ. അപ്പം നമ്മൾ ഇക്വേഷൻ എനെയും ബിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത്
if they are linearly independent, that is UK, UK and UA UK are linearly independent ആണെങ്കിൽ then we can say that EK is degenerate. EK എന്താണെന്ന് പറയാം? Degenerate ആണെന്ന് പറയാം. That is, the invariance of Hermitian under a symmetric transformation implies degeneracy. ഒരു ഹാമിൽട്ടോണിയൻ ഇൻവാരിയൻസ് ആൻഡ് സിമെട്രിക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇംപ്ലൈസ് ദാറ്റ് ഡീജനറസി. Degeneracy implies their existence of an operator which commutes with Hamiltonian. These operator need not be observable. This is the point to the existence of symmetric transformation for the system. Okay.